ഹായ്, ഇന്ന് നമുക്ക് എരിവുള്ള മിക്സർ ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടി, 2 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കണ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് സേവനാഴിയിലാണ്. ഇപ്പോൾ സേവനാഴിയിലെ ഈ ചില്ലിലാണ് നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നത്. നമുക്ക് സേവനാഴിയിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒരു സൈഡ് ഇങ്ങനെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ മറിച്ചിടാം, ഒത്തിരി നേരമൊന്നും വേണ്ട. പിന്നെ ഒത്തിരി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, 2 മിനിറ്റ് കിടന്നാൽ മതി. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. മിക്സറിനുള്ളത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് ബൂന്തി ഉണ്ടാക്കണം. അപ്പോൾ ആ മാവിൽ നിന്ന് കുറച്ചെടുത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കണം. ഇപ്പം നമ്മൾ മിക്സറിന് കുഴച്ച അതേ മാവ് തന്നെ കുറച്ച് വെള്ളം കൂട്ടിയെടുത്താൽ മതി. വേറെ മാവ് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഈ പരുവത്തിന് ലൂസാക്കി എടുക്കണം. നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി ഈ കണ്ണാപ്പയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിലിട്ടേക്കണം, ഒത്തിരി കൂട്ടി വയ്ക്കണ്ട. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നിലക്കടല വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ നിലക്കടല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പുനീര് തളിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ തളിച്ചിരിക്കുന്നത്. അത്ര ഉപ്പെടുത്താൽ മതി, ഒത്തിരി ഉപ്പ് വേണ്ട. ഈ കടല നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഉപ്പ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പൊട്ടുകടലയും കൂടെ വറുത്തെടുക്കാം. പൊട്ടുകടലയ്ക്ക് അധികം മൂപ്പില്ല, അതുകൊണ്ട് നമ്മൾ ഈ കണ്ണാപ്പയെ തന്നെ വെച്ചിങ്ങനെ എണ്ണയിൽ മുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 വെളുത്തുള്ളി ചതച്ചത്, 4 ഉണക്കമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് കിടന്നാൽ മതി. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്യാം.
ഇനി നിലക്കടല വറുത്തതിടാം, ബൂന്തി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, പൊട്ടുകടല, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറന്നു പോവാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.